തിരുവനന്തപുരത്ത് ഏറെ പ്രസിദ്ധമായ വെള്ളായണിയിലെ ബണ്ട് റോഡ് തകർന്നിട്ട് മാസമേറെയായിരിക്കുന്നു. ദേശീയപാതയുമായി ഗ്രാമവാസികളെ ബന്ധിപ്പിക്കുന്ന 4 പ്രധാന ഗ്രാമീണ റോഡുകളാണ് സഞ്ചാരയോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. റോഡിലെ കുഴികളുടെ എണ്ണം കൂടിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത്. വെള്ളായണി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്ന വെള്ളായണി കിരീടം പാലത്തിലേക്ക് എളുപ്പം എത്തുന്നതിനുമുള്ള വഴിയാണ് ബണ്ട് റോഡ്. മഴ പെയ്താൽ കുഴിയുടെ ആഴമറിയാതെ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കുഴികളിൽ ചാടി നടുവൊടിയുന്ന അവസ്ഥയുമുണ്ട്. ഒരു ബൈക്ക് പോലും പോകാൻ പറ്റില്ല. റോഡിനെ ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ ഓണാകുമ്പോൾ ഓരോരുത്തർ പ്രതീക്ഷിച്ച് വരണതാണ്. ചെളിയും ഒരു വണ്ടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. വന്ന് ഒരിക്കൽ വരണവർ പിന്നെ വരില്ല. അങ്ങനത്തെ അത്ര കണ്ടീഷൻ മോശമായിട്ട് കിടക്കുന്നു. എല്ലാം ബുദ്ധിമുട്ടും, എല്ലാ ബുദ്ധിമുട്ടും നല്ല ബുദ്ധിമുട്ടും. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു ആരും കുഴിയിൽ വീഴുന്നു. ഇതിനിടയ്ക്ക് വണ്ടിയൊക്കെ കുഴിയിൽ വീഴുന്നു. വെള്ളത്തിൽ വീഴുന്നു തന്നെ ഇവിടെ പിന്നെ അത് വെച്ചാണ് കയറ്റിയത്. JCB എന്ന് കയറ്റി എടുത്ത്. കുഴിയിൽ വീണ് വാഹനവും യാത്രികരും കായലിലേക്ക് വീഴുന്നതും പതിവാണ്. നിങ്ങളെല്ലാം കണ്ടില്ലേ ഞാൻ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പോലും പെട്ടെന്ന് നമുക്ക് NH-ലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഇട റോഡ് പോലെയാണ്. അപ്പോൾ അതുപോലും കൃത്യമായിട്ടൊന്നും ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ വരുന്നത്, ഒരുപാട് പേര് വരുന്ന സ്ഥലമല്ലേ. ഈവനിങ് ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടാവും. എല്ലാ ദിവസവും അവധി ദിവസങ്ങളിലാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. തിരുവല്ലം, പുഞ്ചക്കരി, പാലപ്പൂര്, പാപ്പൻചാണി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ ദുരിതവും സമാനമാണ്. ഇതുമായിട്ട് അപ്പുറത്ത് പോകാൻ പോലും വഴിയില്ല. ഇവിടെ എല്ലാം കുഴിയാണ്. അങ്ങോട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് ഇവിടെ ഈ കായലെങ്ങനെ എത്തി വൃത്തിയാക്കിയത്. ഓട്ടയിലൊന്നും പോകില്ല. തിരിച്ച് കറങ്ങി പോകണം ഇങ്ങനെ ഇങ്ങോട്ട്. ഇപ്പം ദൂരം കൂടുതൽ അവിടെ വേണത് അങ്ങോട്ട് കറങ്ങി പോകണം. സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതിക്കായി വെള്ളായണി ഒരുങ്ങുമ്പോൾ പ്രധാന പാതകളും നവീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.